എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാന്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അടിപൊളി സൺസ്ക്രീൻ ആണ് കേട്ടോ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആൻറ്റി ഏജിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സൺസ്ക്രീൻ. ഞാൻ നേരത്തെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ലിങ്ക് തന്നിട്ടില്ല, അതിൻ്റെ പേര് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റ് ഉണ്ടായിരുന്നു. സോ ഇന്നപ്പോൾ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. നമുക്കൊരു 40-45 കഴിഞ്ഞവർക്ക് എന്താ പറയുക, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സൺസ്ക്രീനാണ് പറഞ്ഞു തരുന്നത്. കാരണം എന്താ വെച്ചാൽ ആ ഒരു ടൈമിൽ നമ്മൾ സൺസ്ക്രീൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, സ്കിന്നിനെ നല്ലപോലെ മോയ്സ്ചർ ചെയ്യുന്നതും കൂടി ആയിരിക്കണം. കാരണം ആ ഒരു ടൈമിൽ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള കൊളോജിൻ്റെ അളവൊക്കെ കുറഞ്ഞ് സ്കിൻ ഡ്രൈ ആവുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ആ ഒരു ഡ്രൈനെസ്സിൻ്റെ കാര്യം ശ്രദ്ധിക്കണം, മോയ്സ്ചർ അളവ് നോക്കണം. അതുപോലെ തന്നെ നമുക്ക് ഒരു SPF പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കി വേണം നമ്മൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാനായിട്ട്. ഒരു 20-30 ഒന്നും നമുക്ക് ആ ഒരു ടൈമിൽ എടുക്കാൻ പറ്റില്ല. നമുക്കൊരു 50 എബോവ് വേണം, അല്ലെങ്കിൽ 50 വേണം നമുക്ക് സൺസ്ക്രീൻ നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. ഒരു SPF 50 ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മുഴുവനും കാണുക. എന്തായാലും ഞാൻ ഇതിനകത്ത് ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് എപ്പോഴും പ്രൊഡക്റ്റിൻ്റെ ഇത് ചോദിച്ചാൽ പറഞ്ഞു തരില്ല. ഞാൻ മാക്സിമം നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരിക്കലും പ്രൊഡക്റ്റ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. പ്രൊമോഷൻ വീഡിയോസ് ഒന്നും തന്നെ അല്ല. നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ എന്താ പറയുക റിസൾട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ജെനുവിനായിട്ടാണ് നമ്മളുടെ വീഡിയോസ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പ്രൊമോഷനൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ല ഈ പ്രൊഡക്റ്റ് പറഞ്ഞു തരുന്നത്. സോ ഞാൻ എന്തായാലും ലിങ്ക് തരാതെ ഇരുന്നിട്ടുണ്ടാവില്ല. മാക്സിമം ലിങ്ക് തന്നിട്ടുണ്ടാവും. ഈ വീഡിയോൻ്റെ താഴെ എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു 45 കഴിഞ്ഞവർക്ക് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു മടിയാണ് എടുക്കാൻ തന്നെ. കാരണം വേറൊന്നും അല്ല, സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര സ്കിന്ന്, ചിലവർ പറയും ഒരുമാതിരി ഭയങ്കര വൈറ്റ് കാസ്റ്റ് ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ സ്കിന്ന് ഒന്നും കൂടി ഡള്ളാക്കുന്ന പോലെ തോന്നും. ഭയങ്കരമായിട്ട് ഓയിൽ ഫീലൊക്കെ ആയിട്ട് ഭയങ്കര ഡള്ളായി പോകുന്ന പോലെയൊക്കെ തോന്നും. അപ്പോൾ രണ്ട് രീതിയിലും നമുക്ക് പ്രശ്നമാണ്. ഒന്ന്, ഭയങ്കര ഡള്ളായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഒത്തിരി വൈറ്റ് കാസ്റ്റ് ആയാലും പ്രശ്നമാണ്. അപ്പോൾ നമുക്കത് തോന്നത്തില്ല, നമുക്ക് എന്താ പറയുക സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്നേ തോന്നില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര മടിയായിരിക്കും. കാരണം SPF എന്നുള്ളത് അപ്ലൈ ചെയ്യുക, നമ്മൾ ഈവൻ വീട്ടിലിരിക്കുകയാണെങ്കിൽ പോലും നിർബന്ധമായിട്ട് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. പല ആൾക്കാർക്കും അത് അറിയുന്നില്ല. അതൊരു എന്താ പറയുക നിർബന്ധമായിട്ട് കാണുന്നില്ല. പലരും അതിനെ ഒരു നമ്മളുടെ ഒരു എന്താ പറയുക മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കേണ്ട ഒരു സംഭവമായിട്ടാണ് SPFനെ കാണുന്നത്. SPF എന്ന് പറയുന്നത് സൺ പ്രൊട്ടക്ഷൻ ഫോമാണ്. സൺസ്ക്രീൻ എന്ന് പറയുക സൺസ്ക്രീനാണത്. നമ്മൾ സണ്ണിൽ നിന്നും നമ്മുടെ സൂര്യരശ്മിയിൽ നിന്നും സ്കിന്നിനെ പ്രൊട്ടക്റ്റ്, UV റേസിൽ നിന്ന് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാണ്. അതൊരു ലെയർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഫ്രഷായി കഴിഞ്ഞാൽ നമ്മൾ മോയ്സ്ചർ ചെയ്തിട്ട് നമ്മൾ സൺസ്ക്രീൻ ഇടുക എന്നുള്ളത് മസ്റ്റാണ്. പിന്നെ സൺസ്ക്രീൻ എങ്ങനെ ഇടണം എന്നുള്ളത് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. അത് പല ആൾക്കാർക്കുള്ള സംശയമാണ്. മേക്കപ്പ് ചെയ്യുമ്പോൾ സൺസ്ക്രീൻ എപ്പോൾ ഇടും, അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് സൺസ്ക്രീൻ മാത്രം ഇട്ടാൽ മതിയോ, മോയ്സ്ചറൈസർ ഇടേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സൺസ്ക്രീൻ എന്നുള്ളത് ഒരിക്കലും നമ്മൾ സെപ്പറേറ്റ് വെറുതെ രാവിലെ ഫേസ് വാഷ് ചെയ്തിട്ട് ഡയറക്റ്റ് കൊടുക്കാൻ പാടില്ല. ആദ്യം എന്ത് ചെയ്യുമ്പോഴും സ്കിന്നിനെ ഒന്ന് പ്രെപ്പ് ചെയ്തിട്ട് റെഡിയാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതിന് നമ്മളുടെ സ്കിൻ കെയർ നമുക്ക് നിർബന്ധമാണ്. സ്കിൻ കെയറിൻ്റെ പാർട്ടാണ് SPF എങ്കിലും ആദ്യം മോയ്സ്ചർ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസർ, ദെൻ സൺസ്ക്രീൻ. ഇതായിരിക്കണം നമ്മുടെ പ്രൊസീജിയർ. ആദ്യം ക്ലെൻസ് ചെയ്യുക, നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക, ദെൻ ടോണർ യൂസ് ചെയ്യുക, മോയ്സ്ചറൈസർ കൊണ്ടുവരിക, ദെൻ അതിനുശേഷം സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സോ ഈ ഒരു ഓർഡറിലായിരിക്കണം നമ്മളെപ്പോഴും സൺസ്ക്രീൻ എടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മളൊന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്ന് ഇരിക്കട്ടെ. മേക്കപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും മേക്കപ്പ് ആ ഒരു ടൈമിൽ നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യുക? ഇപ്പോൾ രാവിലെ ഒരു കല്യാണത്തിനൊക്കെ പോകുന്നു, അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് മേക്കപ്പിൻ്റെ കൂടെ നമ്മൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷനും ഉണ്ട്. അതിന് നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ക്ലെൻസ് ചെയ്യണം, ടോൺ ചെയ്യുക, മോയ്സ്ചറൈസറൊക്കെ കൊടുത്തിട്ട് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമല്ലോ, പ്രൈമറൊക്കെ ഇടുമല്ലോ. പ്രൈമർ ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ മേക്കപ്പിൻ്റെ കൂടെ ചെയ്യുമ്പോൾ ഈ വൈറ്റ് കാസ്റ്റോ അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക ഒരു ടോണപ്പ് ഷെയ്ഡൊക്കെ വരുന്ന പോലെ നമ്മൾ സ്കിൻ ടോൺ ഒന്നും കൂടെ അപ്പ് ചെയ്യുന്ന ഷെയ്ഡിലൊക്കെ നമുക്ക് ഒരുപാട് ഈ ഫൗണ്ടേഷൻ്റെ ഇതിൽ തന്നെ വരുന്ന സൺസ്ക്രീനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരിക്കലും യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ വീണ്ടും ഫൗണ്ടേഷൻ ഇടാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരു പ്രാവശ്യം നമ്മൾ ചില ഇതിൽ ഭയങ്കര വൈറ്റ് കാസ്റ്റൊക്കെ ആയിരിക്കും. അപ്പോൾ
അത് ഇട്ടിട്ട് അതിന് മേളിൽ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടാൽ ഒരിക്കലും കറക്റ്റ് ആവില്ല, നമ്മുടെ സ്കിന്നിൻ്റെ ബേസുമായിട്ട് കറക്റ്റ് ചേരൂല. അപ്പോൾ ഒരുമാതിരി അത് പൊട്ടിയിട്ട പോലെ വേറെ രീതിയിലേക്ക് ആയിപ്പോവും. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു രീതിയിൽ ടിൻറ്റഡ് ഒന്നും ഇരിക്കാൻ പാടില്ല, ഭയങ്കര ക്ലിയർ ആയിട്ട് ഇരിക്കണം. അല്ലെങ്കിൽ നമ്മളുടെ ഈ സിറം ടൈപ്പിലൊക്കെ വരുന്ന സൺസ്ക്രീൻ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ടൈപ്പിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ദെൻ അതിന് മേളിൽ നമുക്ക് പ്രൈമർ ഇട്ട് നമ്മളുടെ ഫൗണ്ടേഷൻ ഇട്ട് നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. മേക്കപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. ന്യൂഡ് മേക്കപ്പിൻ്റെ നമ്മൾ സെൽഫ് മേക്കപ്പിൻ്റെ ക്ലാസ് വരുന്നത് കേട്ടോ. ന്യൂഡ് ലുക്കിലാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത്. സെൽഫ് മേക്കപ്പ് എല്ലാവർക്കും സ്വന്തമായിട്ട് ഒരുങ്ങാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നോട് എപ്പോഴും പറയാറുണ്ട്, മാം മേക്കപ്പിൻ്റെ ക്ലാസ് വെക്കണം എന്നൊക്കെ. നമുക്ക് വീഡിയോസ് വഴി നമുക്ക് അത്രയും ചെയ്യാൻ പറ്റില്ല, കാരണം ഒരു 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്ലാസ്. അതുകൊണ്ടാണ് നമ്മളത് ക്ലാസ് ആയിട്ട് വെക്കുന്നത്. അതിനകത്തെന്ന് വെച്ചാൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ തന്നെ ചെയ്ത് കാണിച്ചു തരും. അതും ഇപ്രാവശ്യം ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഗ്ലാസ് മേക്കപ്പിലായിരുന്നു, ഇപ്രാവശ്യം നമ്മൾ ന്യൂഡ് സ്റ്റൈലിലാണ് ചെയ്യുന്നത്. അതായത് എല്ലാവർക്കും മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ മേക്കപ്പ് ചെയ്യുമ്പോൾ ഒത്തിരി അറിയാൻ പാടില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു കൺസേൺ. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലാണ് ഇപ്രാവശ്യം ഞാൻ ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. മേക്കപ്പ് അത് ഭയങ്കര ന്യൂഡായിട്ട്, അതും നല്ല അടിപൊളി പ്രൊഡക്റ്റുകൾ, ചെറിയ പ്രൈസിൽ കിട്ടുന്ന പ്രൊഡക്റ്റ്, ഒരുപാട് പൈസ കൂടി ഒരുപാട് ബഡ്ജറ്റ് കൂടിയ പ്രൊഡക്റ്റുകൾ വെച്ചുകൊണ്ടല്ല, 1000 റുപ്പീസിൻ്റെ താഴെ വരുന്ന പ്രൊഡക്റ്റുകൾ വെച്ചുകൊണ്ട് പ്രീമിയം രീതിയിൽ ഭയങ്കരമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ അത്രയും പ്രൊഫഷണലായിട്ട് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്ന് അത്രയും പ്രീമിയം പ്രൊഡക്റ്റ് വെച്ച് ചെയ്ത പോലെ ഉണ്ടാവും. ആ രീതിയിലായിരിക്കും നമ്മളുടെ ക്ലാസ് ഞാൻ ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരുങ്ങണം, നമ്മളും അടിപൊളിയായിട്ട് ഒരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ലാസ് മിസ് ചെയ്യരുത്. അപ്പോൾ ക്ലാസ്സിന് ചെറിയൊരു ഫീസേ ഉള്ളൂ, 399 രൂപ മാത്രമേ ഉള്ളൂ. താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ അതിലേക്ക് മെസ്സേജ് ചെയ്ത് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യാവുന്നതാണ്. ഓക്കെ, കാരണം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, നമുക്ക് ഭയങ്കരമായിട്ട് ഒരുങ്ങി നടക്കാനും നന്നായിട്ട് ഒരുങ്ങി ഇരിക്കണം എന്നുള്ളത് ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും തന്നെ ഇല്ലല്ലോ. സോ അപ്പോൾ അത് ഒരുങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ക്ലാസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇത് ലൈവ് ക്ലാസ് ആണ്, അതുകൊണ്ട് തന്നെ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഓൺലൈനിൽ ലൈവായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. വരുന്നത് 24th സാറ്റർഡേ ആണ് വരുന്നത് കേട്ടോ. ഉച്ചയ്ക്ക് 3 to 5 ആയിരിക്കും ക്ലാസ്. അപ്പോൾ ആ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് അത് വീഡിയോ റെക്കോർഡഡ് ആയിട്ട് അയച്ചു തരും. കൂടാതെ നോട്ട്സും പ്രൊഡക്റ്റ് നോളേജും ഡൗട്ട്സ് ക്ലിയർ സെഷനും എല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അറ്റൻഡ് ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് നോക്കാം നമ്മളുടെ സൺസ്ക്രീനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ മേക്കപ്പിൽ നമ്മൾ എങ്ങനെയാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് ഒരു 45+ ഉള്ളവർക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. 45+ ഉള്ളവർക്കും ഡ്രൈ സ്കിന്നുകാർക്കും എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടു. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ചെയ്തു പ്രൊഡക്റ്റ് തന്നില്ല എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മളുടെ ഒരു സ്റ്റിക്ക് സൺസ്ക്രീനാണ്. അപ്പോൾ ഇത് വരുന്നത് പിക്സിയുടെ PIXI. ഞാൻ ഒരു ലിങ്ക് തരും, എന്നാലും ഞാൻ വീണ്ടും പറയുകയാണ്, PIXI. ഇനി തന്നില്ല പറഞ്ഞില്ല, മര്യാദയ്ക്ക് നിങ്ങൾക്ക് പേര് പറഞ്ഞൂടെ, അങ്ങനെയുള്ള ഒരുപാട് കമൻറ്റുകളൊക്കെ ഉണ്ട്. നിങ്ങൾ ആദ്യം മര്യാദയ്ക്ക് ഫുള്ളും കാണുക, വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ മുഴുവനായിട്ട് കാണാതെയാണ് പലരും കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനും കാണുക. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അത് കുറച്ചും കൂടി മനസ്സിലാക്കിയിട്ട് പറയാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ. നമ്മളുടെ ഇനി ലൈവ് ക്ലാസ്സും കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ലൈവ് കുറേ ആയിട്ട് നമ്മുടെ ലൈവ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ സമയക്കുറവ് കൊണ്ട്. ബട്ട് ഇപ്പം ഞാൻ വീണ്ടും ലൈവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈവിൽ കൂടി നമുക്ക് കാണാം. ഇത് നോക്കൂ, ഇതിൽ ടിൻറ്റഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അല്ലേ. എന്ത് അടിപൊളിയായിട്ടാണ് അറിയോ, ഭയങ്കര രസമാണ്. നമ്മൾ സ്കിന്നിലേക്ക് കൊടുത്താൽ ഭയങ്കര ഗ്ലോയൊക്കെ വേണമെന്നൊക്കെ പറയില്ലേ, നമ്മളെ സ്കിൻ ഭയങ്കര ഗ്ലോ ആയിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എടുക്കാം കേട്ടോ. ഇത് സൺസ്ക്രീൻ ആണെന്ന് പോലും തോന്നത്തില്ല, അത്ര അടിപൊളിയായിരിക്കും. ഇതിന് ഒരു 2000 ഒക്കെ വരുന്നുണ്ട് കേട്ടോ, റേറ്റ് ഉണ്ട്. പക്ഷേ നല്ല ഫിനിഷിംഗ് ആയിരിക്കും. ഒരു ആൻറ്റി ഏജിങ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സൺസ്ക്രീനാണ്, ഒരു രക്ഷയില്ല. ഇത് സ്റ്റിക്കാണ്, ഇങ്ങനെ സ്റ്റിക്കാണ് വരിക. അപ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട്, നമുക്ക് അപ്ലിക്കേഷനൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. നമുക്കിത് അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ഗ്ലോ ആയിരിക്കും. അതുപോലെ തന്നെ ഞാൻ അതുകൊണ്ട് പറഞ്ഞു, ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് സിറമൊക്കെ മതി. ഓയിലി സ്കിന്നിന് SPFൻ്റെ നമുക്ക് സിറമൊക്കെ എടുത്തോളൂ, അത് വലിയ കുഴപ്പമില്ല. പിന്നെ നോ സെബം സൺസ്ക്രീൻ അതെടുക്കാം. ഇതെന്ന് വെച്ചാൽ ഇച്ചിരി ഡ്രൈ സ്കിന്നിനും നോർമൽ സ്കിന്നിനുമാണ്. ഇച്ചിരി ഗ്ലോയൊക്കെ വേണമെന്നുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും.
പറ്റും. 45 കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ആയിരിക്കും നല്ലത്. കാരണം നമ്മളുടെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. ഒന്നും കൂടെ ബെറ്റർ ആക്കും, നല്ല സ്മൂത്ത് ആക്കും, നല്ല സോഫ്റ്റ് ആക്കും. അപ്പോൾ അതിന് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. സോ അടിപൊളി സൺസ്ക്രീനാണ് കേട്ടോ. ഇനി ഞാൻ അറിഞ്ഞില്ല എന്നൊന്നും പറയരുത്. അപ്പം ഇത് നമ്മളുടെ പിക്സിയുടെ സൺസ്ക്രീൻ. ഓക്കെ, സൂപ്പറായിട്ടുള്ള സൺസ്ക്രീനാണ്, ഒന്നും നോക്കണ്ട. പൈസയുടെ കാര്യമല്ല, ഇത് നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇച്ചിരി പൈസ, ഞാൻ എപ്പോഴും പറയുമ്പോഴും കുറച്ച് നല്ലത്, എനിക്ക് പറ്റത്തില്ല. കാരണം നമ്മളെ വിശ്വസിച്ച് പ്രൊഡക്റ്റ് മേടിക്കുന്നവരാണ്. അപ്പോൾ എനിക്കതിന് ക്വാളിറ്റി ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ കുറഞ്ഞ പ്രൊഡക്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ പറയാറുള്ളൂ. എല്ലാവരും എന്നോട് പറയും, മാം പറയുന്ന പ്രൊഡക്റ്റുകളെല്ലാം കുറച്ച് പ്രൈസ് ഭയങ്കര കൂടുതലാണെന്ന്. ഞാനത് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് പറയുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. സോ പക്ഷെ നമ്മളിച്ചിരി നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി നല്ലത് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല പ്രൊഡക്റ്റുകൾ മേടിക്കുന്നതായിരിക്കും നല്ലത്. പൈസ കുറഞ്ഞതിൻ്റെ പറഞ്ഞുതരാം, ഞാൻ നോക്കട്ടെ. ഞാനതൊരു നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അറിയിക്കാം കേട്ടോ. അപ്പോൾ പിക്സിയുടെ ആണ്, വീണ്ടും ഞാൻ പറഞ്ഞു തരുവാണ് കേട്ടോ, PIXI പിക്സി. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ക്ലാസ് വേണമെന്നുള്ളവർ മറക്കാതെ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്ത് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്തോളൂ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മുടെ ചാനൽ ധൈര്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നോളജ്, ബ്യൂട്ടി നോളജ്, നമ്മൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളുടെ വീഡിയോസിലൂടെ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ, വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കമൻറ്റ് ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് മുഴുവൻ വീഡിയോസും കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.